കണ്ണൂരിലേക്കാണ് നമ്മളിനി പോകുന്നത്. ആയിരക്കരയിൽ വീട് കത്തി നശിച്ചതിൽ വലിയ ദുരൂഹത. ആയിക്കര സ്വദേശി അഭിഷേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രക്ഷിതാക്കളോട് പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ വിരോധത്തിൽ മകൻ തീവെച്ചു എന്നാണ് പോലീസിന്റെ നിഗമനം. ലഹരി സംഘങ്ങളുടെ ഇടപെടലും പോലീസ് സംശയിക്കുന്നുണ്ട്. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും. അർജുൻ, മാതാപിതാക്കളോട് പണം ചോദിക്കുന്നു, സാഹചര്യവശാലായിരിക്കാം അവർ കൊടുക്കുന്നില്ല എന്ന് വെച്ച് സ്വന്തം വീട് തീവെച്ച് നശിപ്പിക്കണമെങ്കിൽ അയാളെ അതിലേക്ക് നയിച്ചത് ലഹരി തന്നെയാണോ അർജുൻ? ഷിഹാസ്, തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം പണം ചോദിച്ചിട്ട് നൽകാത്തതിന് വീടിന് തീയിടുക എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവമാണ് എന്നുള്ളതാണ് അതിൽ കാണേണ്ടുന്നത്. മനസ്സിലാക്കുന്നത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ചില ഇടപാടുകൾ ഈ അഭിഷേകിന് ഉണ്ടായിരുന്നു എന്നാണ്. ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ആവശ്യത്തിന് വേണ്ടി പണം ചോദിക്കുകയായിരുന്നു. പക്ഷേ രക്ഷിതാക്കൾ പണം നൽകാൻ വേണ്ടി കൂട്ടാക്കിയില്ല. അതിനാണ് സ്വന്തം വീട് തന്നെ തീയിടുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇന്നലെ, അതായത് ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 3 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. തൊട്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഇത്തരം ഭീഷണികൾ ഈ രക്ഷിതാക്കൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സിറ്റി പോലീസ് ഈ അഭിഷേകിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ലഹരി സംഘങ്ങളുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ അഭിഷേക് പണം രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ രക്ഷിതാക്കൾ പറയുന്നത് നേരത്തെ തന്നെ നിരന്തരമായി ഇത്തരം ഭീഷണികൾ ഉണ്ടായിരുന്നു. വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ പരിചയമില്ലാത്ത പലരും എത്താറുണ്ടായിരുന്നു. അഭിഷേകിനോടൊപ്പവും അഭിഷേക് ഇല്ലാത്ത സമയത്തുമൊക്കെ ഇത്തരം ആളുകളെ ഈ വീടിൻ്റെ പരിസരത്തൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആളുകളിൽ ഉൾപ്പെടെ അഭിഷേകിൽ ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ കുടുംബം തന്നെ സംശയം പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും അഭിഷേക് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പ്രാഥമികമായി, അങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഈ അച്ഛനും അമ്മയും ഈ ഭീഷണിയെ തുടർന്ന് ഈ വീട്ടിൽ താമസിക്കാറുണ്ടായിരുന്നില്ല. അവർ മാറി മറ്റൊരിടത്താണ് താമസിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മറ്റ് ഒരു ദുരന്തമായി ഈ സംഭവം മാറാതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. എന്തായാലും മനസ്സിലാക്കുന്നത് ലഹരി സംഘത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ് ഈ അഭിഷേക് എന്നും അത്തരം ചില ഇടപാടുകൾക്ക് വേണ്ടി കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് രക്ഷിതാക്കളോട് പണം ആവശ്യപ്പെട്ടുവെന്നും ആ പണം നൽകാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഭിഷേക് സ്വന്തം വീട് തന്നെ തീവെച്ച് നശിപ്പിച്ചത് എന്നുമാണ്. ആ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. അത്തരം അന്വേഷണത്തിൽ വലിയ ഒരു ലഹരി മാഫിയ ഇടപാടുകളിലേക്ക് കൂടി ഈ അന്വേഷണം നീളും എന്നതിൻ്റെ കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ശരി അർജുൻ, ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുമോ എന്ന് മലയാളികൾ ചോദിച്ചിരുന്ന കാലത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ എന്തും സംഭവിക്കും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്.